പീരീഡ്സ് ഇറഗുലർ ആണോ ആൻഡ് ലോവർ ടമ്മിയില് പെയിൻ തോന്നാറുണ്ടോ? ഇത് യൂട്രസ് സംബന്ധമായ ഇഷ്യൂസ് ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂട്രസ് ഹെൽത്തിനെ പറ്റിയാണ്. എത്ര സ്ത്രീകളുണ്ട് കറക്റ്റ് 28 ഡേയ്സിൽ മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് ആയിട്ട് വരുന്നത്? യൂട്രസ് ഹെൽത്തി ആയിരുന്നാൽ നമ്മുടെ പീരീഡ്സ് റെഗുലർ ആകും, ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ആയിട്ട് നടക്കും, പ്രഗ്നൻസി ചാൻസസ് എല്ലാം നോർമൽ ആയിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കും. എന്നാൽ ഇന്ന് പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്, യൂട്രസ് സംബന്ധമായ പല പ്രോബ്ലംസ്. PCOD, ഇറഗുലർ പീരീഡ്സ്, ഫൈബ്രോയിഡ്, സിസ്റ്റ്, യൂട്രസ് സംബന്ധമായ എല്ലാ പ്രോബ്ലംസിന്റെയും മെയിൻ കാരണം അമിതമായിട്ട് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ, പ്രത്യേകിച്ച് വേസ്റ്റ് ലൈൻ ഇൻക്രീസ് ചെയ്യുന്നതാ, ബെല്ലി ഫാറ്റ് കൂടുന്നതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജങ്ക് ഫുഡിന്റെ ഇൻടേക്ക് അമിതമായിട്ട് കൂടുന്നത്, ഹോട്ടൽ ഫുഡ്, ബേക്കറി ഐറ്റംസിന്റെ കൺസംഷൻ, ദെൻ ഹെൽത്തി ആയിട്ട് നമ്മൾ നമ്മുടെ ബോഡീനെ ഫിസിക്കൽ ആക്ടിവിറ്റി തീരെ കൊടുക്കാതിരിക്കുന്നത്, ഓവർ സ്ട്രെസ്സിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, വർക്ക് പ്രഷർ ആകാം, വീട്ടിലെ പ്രോബ്ലംസ് ആകാം, സ്ട്രെസ്സിൽ നമ്മുടെ ബോഡി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പുവർ സ്ലീപ്പ്, ഒട്ടും ഉറക്കം തീരെ നമ്മുടെ ബോഡിക്ക് കിട്ടാതിരിക്കുന്നത്, ലേറ്റ് ആയിട്ട് സ്ലീപ്പിലേക്ക് പോകുന്നത്, 11, 12, 1 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ വീണ്ടും പോകുന്നത്, ആൻഡ് ഹോർമോണൽ ഇംബാലൻസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂട്രസ് സംബന്ധമായ പ്രോബ്ലംസ് ക്രിയേറ്റ് ആകാനുള്ള മെയിൻ റീസൺസ്. ആൻഡ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, സൊല്യൂഷൻ എന്താണ്? തീർച്ചയായിട്ടും യൂട്രസ് ഹെൽത്ത് നാച്ചുറലി നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇന്ന് യൂട്രസ് സംബന്ധമായ പ്രോബ്ലംസ് മൂലം പല സ്ത്രീകളും ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഓവർ ബ്ലീഡിങ്, ദിവസത്തിൽ 30 ദിവസം ചിലപ്പോൾ ബ്ലീഡിങ്ങിൽ പോകുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും. അല്ല, ചിലപ്പം ഒട്ടും തന്നെ പീരീഡ്സ് സൈക്കിള് കറക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ആകും. ലേറ്റ് ആയിട്ട് വരുന്നത്, എയർലി ആയിട്ട് പീരീഡ്സ് വരുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ യൂട്രസ് ഹെൽത്തി അല്ല എന്നുള്ളതിന്റെ സിഗ്നലാണ്. ആൻഡ് ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ഡോക്ടർ ഹോസ്പിറ്റൽ വിസിറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പലപ്പോഴും പറയുന്ന ഒരു കാര്യം, യൂട്രസ് റിമൂവ് ചെയ്യണം. ആൻഡ് സ്ത്രീകൾ ഈസി ആയിട്ട് ആ ഒരു ഡെസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. വൈ? ബിക്കോസ് അതിന് ശേഷമുള്ള ഒരു ലൈഫ് പത്തറ്റിക് ആണ്. പലരുടെയും പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? യൂട്രസ് ഹെൽത്തി ആക്കാൻ സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫൈബർ റിച്ച് ആയിട്ടുള്ളത്, പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഡെയിലി മൂവ്മെന്റ് കൊടുക്കുക. കുറഞ്ഞത് ഒരു 30 to 45 മിനിറ്റ്സ് കൊടുക്കാൻ പറ്റിയാൽ സൂപ്പർ. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി ബേസിസിൽ എക്സസൈസ് ഓറിയന്റഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി വേക്കപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു 10 മണി 11 മണിക്ക് മുന്നേ ആയിട്ട് കിടന്നുറങ്ങാനും, ഏർലി ഒരു 4 o'clock 5 o'clock ഉള്ളിൽ വേക്കപ്പ് ആകാനും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് സ്ട്രെസ് കൺട്രോൾ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. റെഗുലർ ആയിട്ട് സൈക്കിള് കറക്റ്റ് ട്രാക്ക് ചെയ്ത് പോവുക. ഇറഗുലർ ആകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറ്റൻഷൻ കൊടുക്കേണ്ട സമയമാണ്. ബോഡി നമ്മളോട് സംസാരിക്കുന്നതാണ്. സെൽഫ് കെയർ എടുക്കേണ്ട ടൈമായി. പീരീഡ്സ് ഇറഗുലർ ആണ്. ഇത് നമ്മൾ പലപ്പോഴും പല മെഡിസിനെയും ഡിപ്പെൻഡ് ചെയ്യും. മെഡിസിൻ എന്താ പറയാ, പീരീഡ്സ് ആകാനായിട്ട് മെഡിസിൻ എടുക്കും, ദെൻ പീരീഡ്സ് സ്റ്റോപ്പ് ആകാനായിട്ട് മെഡിസിൻ എടുക്കും. ഇങ്ങനെ പലപ്പോഴും മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ യൂട്രസ് വളരെ അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോകാനും ഫ്യൂച്ചറിൽ അതൊരു യൂട്രസ് റിമൂവൽ സ്റ്റേജിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്ന്. സോ ഫ്രണ്ട്സ്, റിമെമ്പർ, യൂട്രസ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കെയർ ആണ്. പ്രയോറിറ്റി കൊടുക്കുക. പലതിന്റെയും പിന്നാലെ ഫാമിലി, ഹസ്ബൻഡ്, പാർട്ട്ണർ, കുട്ടികള്, ജോലി, വീട്ടുജോലി, ഇതിന്റെയൊക്കെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും നമ്മളെ കെയർ എടുക്കാൻ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. സെൽഫ് കെയർ വളരെ കാര്യമായിട്ട് നമുക്ക് കൊടുക്കുക. നമ്മുടെ ഒരു പേഴ്സണൽ ടൈം ഡെഫിനറ്റ്ലി ബോഡിക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി തിരിച്ച് സപ്പോർട്ട് ചെയ്യും. യൂട്രസ് ഹെൽത്ത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഫോളോ മീ ഫോർ മോർ വുമൺ വെൽനസ് ടിപ്സ്. ഹെൽത്തി യൂട്രസ്, ഹാപ്പി വുമൺ.